السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പ്രയാസമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ഇൻദൽ കർബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസമുണ്ടാകുമ്പോൾ പറയുമായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. എന്താണ് അതിൻ്റെ ആശയം? എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, സൗമ്യനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റ് ആരാധ്യനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, വിശാലമായ അർശിൻ്റെ പരിപാലകനായ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം, ആകാശഭൂമികളുടെയും ശ്രേഷ്ഠമായ അർശിൻ്റെയും നാഥനായ അല്ലാഹു അല്ലാതെ മറ്റ് ആരാധ്യനില്ല എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ചിന്തിച്ച് അംഗീകരിക്കുന്നവർക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രാർത്ഥനയിൽ നിന്ന്, ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദിക്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്ന ഒരു ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറയാറുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.